വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ ക്രിമിനലുകളെ പൂട്ടാൻ CBI. സിദ്ധാർത്ഥിൻ്റെ മരണകാരണം എന്താണെന്നതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര അന്വേഷണ സംഘം. ഇതിനായി CBI ഡൽഹിയിലെ എയിംസിൽ നിന്ന് വിദഗ്ധോപദേശം തേടിയിട്ടുണ്ട്. മാത്രമല്ല മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ട്, ഡമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ വിദഗ്ധോപദേശത്തിനായി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. CBI കുറ്റപത്രത്തിൽ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം വെളിപ്പെടുത്തുന്ന വിവരങ്ങളാണുള്ളത്. സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ച് 2 ദിവസം നഗ്നനാക്കി മർദ്ദിച്ചു. സിദ്ധാർത്ഥിന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്നും CBI പറയുന്നു. സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യ നടന്ന കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമാണെന്നും CBI വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുമായിരുന്നു എന്ന റിപ്പോർട്ടും പിന്നാലെ പുറത്തുവന്നു. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി. ഫെബ്രുവരി 14 മുതൽ 18 വരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞു. ഹോസ്റ്റലിലെ 130 വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കിയായിരുന്നു മർദ്ദനം. 2 ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു. തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചു. പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറഞ്ഞു. കാര്യങ്ങളെല്ലാം കോളേജ് ഡീനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നെന്നും വിദ്യാർത്ഥി വിശദീകരിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചേർത്തിരുന്നു. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഗൂഢാലോചന കുറ്റം ചുമത്തിയത്. മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു. തുടക്കത്തിൽ പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്താത്തതിൽ പോലീസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടിലേക്ക് പോയിടത്തു നിന്ന് തിരിച്ചു വിളിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പിന്നീട് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഗൂഢാലോചന വ്യക്തമാണെങ്കിലും പോലീസ് പ്രതികളുടെ പേരിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നില്ല. റാഗിംഗ് ശക്തമായ വകുപ്പാണെങ്കിലും കൊലപാതക ശ്രമം ചുമത്താനുള്ള എല്ലാ സാധ്യതകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു.